Hi, good morning everyone. This is Seema Dudley, Assistant Professor, Bosco College, Kottiyam. We will continue with the topic inheritance in object-oriented programming. Before going to the topic inheritance, we will revise the terms class and the key concept inheritance and the different access specifiers and the different access permissions provided by the access specifiers. First of all, class. Class means the one which binds data and its related functions together. Class എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ക്ലാസ് എഴുതുന്ന സമയത്ത് we will be writing the data members and the member functions inside the class. ആ ക്ലാസ്സിനകത്തായിരിക്കും അതിനകത്തുള്ള ഡേറ്റ മെമ്പേഴ്സിനെയും മെമ്പർ ഫങ്ഷൻസിനെയും നമ്മളങ്ങ് എഴുതുക. അങ്ങനെ നമ്മൾ ഒത്തിരിയും പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ട്. ആ ഡേറ്റ മെമ്പേഴ്സിനെയും മെമ്പർ ഫങ്ഷൻസിനെയും നമ്മൾ ആക്സസ് ചെയ്യുന്നത് ബൈ യൂസിങ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കീ കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ദ ഒബ്ജക്റ്റ് ഓഫ് വൺ ക്ലാസ് വിൽ ഗെറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ്. അത് വേറൊരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും കൂടെ അടുത്തൊരു ക്ലാസ്സിന് കിട്ടുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ദെൻ വി നോ ദാറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വിൽ പ്രൊവൈഡ് റീയൂസബിലിറ്റി. റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞതിനെ നമുക്ക് വീണ്ടും വേറൊരു ക്ലാസ്സിലും കൂടെ റീയൂസ് ചെയ്യാൻ പറ്റും. ഈ റീയൂസബിലിറ്റി നമ്മൾ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ദ കീ കൺസെപ്റ്റ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റീയൂസബിലിറ്റി ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ദാറ്റ് ഈസ് ഹൗ ദ ആക്സസ് സ്പെസിഫയേഴ്സ് പ്രൊവൈഡ് ദ ആക്സസ് പെർമിഷൻസ്. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ആക്സസ് സ്പെസിഫയേഴ്സ് ആക്സസ് പെർമിഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ ക്ലാസ് എ, ദാറ്റ് ഈസ് ക്ലാസ് ഇസ് ദ കീവേഡ് ആൻഡ് എ ഇസ് ദ ക്ലാസ് നെയിം. അതിനകത്ത് ഒരു പ്രൈവറ്റ് മെമ്പറുണ്ട്, ദാറ്റ് ഈസ് എക്സ്. ദെൻ ഒരു പ്രൈവറ്റ് മെമ്പർ ഫങ്ഷൻ ഉണ്ട്, ഷോ ഓഫ്. ദെൻ ഒരു പബ്ലിക് മെമ്പറുണ്ട്, വൈ. ആൻഡ് ദർ ഇസ് എൻ കൺസ്ട്രക്ടർ ഉണ്ട് ടു ഇനീഷ്യലൈസ് ദ ടു വേരിയബിൾസ്. ആൻഡ് ഡിസ്പ്ലേ ഓഫ് എന്ന് പറയുന്ന ഒരു പബ്ലിക് ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷനകത്ത് പബ്ലിക് വേരിയബിൾ ഡിസ്പ്ലേ ചെയ്യുന്നുമുണ്ട്, നമ്മുടെ പ്രൈവറ്റ് ഫങ്ഷനെ ഇൻവോക്ക് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ പ്രൈവറ്റ് ഫങ്ഷനെ പബ്ലിക് ഫങ്ഷനകത്ത് ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ കമ്മിങ് ടു മെയിൻ ഫങ്ഷൻ. മെയിൻ ഫങ്ഷനിൽ വരുമ്പോഴത്തേനും നമ്മൾ എയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെമ്പർ ഫങ്ഷൻസിനെയും ഡേറ്റ മെമ്പേഴ്സിനെയും ആക്സസ് ചെയ്യുക. ഇനി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് എ ഡോട്ട് ഡിസ്പ്ലേ ഓഫ്, ദാറ്റ് ഈസ് പബ്ലിക് മെമ്പർ ഫങ്ഷനാണ്. അതിനെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്തിട്ടുണ്ട്. ഇനി വൈ എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എ പബ്ലിക് മെമ്പർ, സോ അതിനെ നമുക്ക് എ ഡോട്ട് വൈ എന്ന് പറഞ്ഞിട്ട് ആക്സസ് ചെയ്യാം. ദെൻ പ്രൈവറ്റ് എന്ന് പറയുന്ന പ്രൈവറ്റ് ഡേറ്റ മെമ്പർ ഇസ് എക്സ് ആൻഡ് ഷോ ഓഫ് എന്ന് പറയുന്നതും പ്രൈവറ്റ് ഡേറ്റ മെമ്പർ ഫങ്ഷനാണ്. അതിനെ നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ആക്സസ് പെർമിഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓർമ്മയിൽ വെച്ചിരിക്കണം വെൻ വി ആർ സ്റ്റഡിങ് ദ ടോപ്പിക് ഇൻഹെറിറ്റൻസ്. പിന്നെ നമുക്കറിയാം കൺസ്ട്രക്ടറിനെ കുറിച്ചിട്ട്, ദാറ്റ് ഈസ് ടു റിവൈസ് അതിൻ്റെ പോയിൻറ്റ്സ് പറയുവാണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ടർ വിൽ ബി ഹാവിങ് ദ സെയിം നെയിം ആസ് ദാറ്റ് ഓഫ് ദ ക്ലാസ്. അതിന് റിട്ടേൺ ടൈപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല. കൺസ്ട്രക്ടേഴ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത് ടു ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, വേരിയബിൾസിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ട ആവശ്യമില്ല. വെനെവർ ദ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്, നമ്മൾ എപ്പോഴാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ടൈമിൽ ഓട്ടോമാറ്റിക്കലി ആ കൺസ്ട്രക്ടറും ഇൻവോക്ക് ആകും. അപ്പോൾ ഇത് ഇത്രയും ആക്സസ് പെർമിഷൻസ് ഓർത്തിരിക്കുക. നമുക്ക് പ്രൈവറ്റ് മെമ്പേഴ്സിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല, പബ്ലിക് മെമ്പേഴ്സിനെ മാത്രമേ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം പബ്ലിക്കായിട്ട് എഴുതി കഴിഞ്ഞാൽ വി വോണ്ട് ബി ഏബിൾ ടു പ്രൊവൈഡ് സെക്യൂരിറ്റി. അപ്പോൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്സസ് പെർമിഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ
ഡേറ്റ മെമ്പേഴ്സിനെ കൂടുതലും നമ്മൾ പ്രൈവറ്റായിട്ട് തന്നെ ആയിരിക്കും എഴുതുക പ്രോഗ്രാംസിൽ. ഓക്കെ, കമ്മിങ് ടു ദ ടോപ്പിക് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ക്രിയേറ്റിംഗ് എ ന്യൂ ക്ലാസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ്. ഈ എക്സിസ്റ്റിംഗ് ക്ലാസ് എന്ന് പറയുന്നത് ഒന്നോ ഒന്നിൽ കൂടുതലോ എക്സിസ്റ്റിംഗ് ക്ലാസ്സസ് ആകാം. ദെൻ ഇൻഹെറിറ്റൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ, നമ്മുടെ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാരൻറ്റ് ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസ് ഡിറൈവ്ഡ് ക്ലാസ്സിനും കൂടെ അക്വയർ ചെയ്യാൻ പറ്റും. അതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. ദെൻ ഇൻഹെറിറ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അപ്ലൈയിങ് ദ ഫീച്ചർ റീയൂസബിലിറ്റി. റീയൂസബിലിറ്റി എന്ന് പറയുന്ന ഊപ്സിൻ്റെ ഒരു ഫീച്ചറായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഇൻഹെറിറ്റൻസ് വഴി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻഹെറിറ്റൻസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു നോ അബൌട്ട് ദ ടു ടേംസ്, ബേസ് ക്ലാസ് ആൻഡ് ദ ഡിറൈവ്ഡ് ക്ലാസ്. ബേസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ദ എക്സിസ്റ്റിംഗ് ക്ലാസ്, ആ എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെയാണ് നമ്മൾ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ഈ ബേസ് ക്ലാസ്സിനെ നമുക്ക് സൂപ്പർ ക്ലാസ് എന്നും പാരൻറ്റ് ക്ലാസ് എന്നും ആൻസിസ്റ്റർ ക്ലാസ് എന്നും പറയാം. ഇനി ഡിറൈവ്ഡ് ക്ലാസ്, ദാറ്റ് ഈസ് ദ ന്യൂ ക്ലാസ് ക്രിയേറ്റഡ് ബൈ യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് ക്ലാസ്. ബേസ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും കൂടെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിനെയാണ് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുക. ആ ഡിറൈവ്ഡ് ക്ലാസ്സിനെ നമുക്ക് സബ് ക്ലാസ് എന്നും ചൈൽഡ് ക്ലാസ് എന്നും ഡിസെൻഡൻറ്റ് ക്ലാസ് എന്നും പറയാം. Okay, likewise we declare variables, then the control statements. We have general syntax, right? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം എന്നുണ്ടെങ്കിലും ദെൻ അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇഫ്, ഡു, വൈൽ, ഫോർ അതൊക്കെ എഴുതുമ്പോഴും വിൽ ബി യൂസിങ് എ ജനറൽ സിൻടാക്സ്. അതുപോലെ തന്നെ ക്ലാസ് പ്രോഗ്രാം എഴുതുമ്പോഴും ക്ലാസ്സിന് ദർ ഇസ് എ ജനറൽ സിൻടാക്സ്. ടു ക്രിയേറ്റ് എ ക്ലാസ് ദർ ഇസ് എ ജനറൽ സിൻടാക്സ്. Likewise, to create a derived class also there is a general syntax. A general syntax എന്ന് പറയുന്നത് class derived class name. Class എന്ന് പറയുന്നത് കീവേഡാണ്. Then derived class name എന്ന് പറയുന്നത് പ്രോഗ്രാമർ പ്രൊവൈഡ് ചെയ്യുന്ന പേരാണ്. Then put the colon. Then we have to specify the access specifier. ആക്സസ് സ്പെസിഫയർ എന്ന് പറയുന്നത് നമുക്കറിയാം പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അതിലേതെങ്കിലും ഒരെണ്ണം അവിടെ സ്പെസിഫൈ ചെയ്യണം. ദെൻ ദ ബേസ് ക്ലാസ് നെയിം. ബേസ് ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ബി കോളൻ പബ്ലിക് എ. ഇതിനകത്ത് ക്ലാസ് എന്ന് പറയുന്നത് കീവേഡാണ്. ബി എന്ന് പറയുന്നത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ്സാണ് ബി എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ കോളൻ, ദെൻ വി ഹാവ് ടു സ്പെസിഫൈ ദ ആക്സസ് സ്പെസിഫയർ. അതിപ്പോൾ പബ്ലിക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ എക്സാമ്പിളിൽ. ദെൻ എ മീൻസ് ഇറ്റ് ഈസ് എ എക്സിസ്റ്റിംഗ് ക്ലാസ് നെയിം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ഹാവ് ക്രിയേറ്റഡ് ദ ഡിറൈവ്ഡ് ക്ലാസ് ബി with the deriving the properties of the existing class A. അപ്പോൾ എയുടെ പ്രോപ്പർട്ടീസ് ഇപ്പോൾ ബിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എഴുതാനുള്ള ഒരു ജനറൽ സിൻടാക്സ് ആണ് പറഞ്ഞത്. ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ് നെയിം കോളൻ ആക്സസ് സ്പെസിഫയർ ബേസ് ക്ലാസ് നെയിം. ഇനി ഇതിനെ നമുക്ക് 4 ഡിഫറെൻറ്റ് മെത്തേഡിൽ എഴുതാൻ പറ്റും. 4 ഡിഫറെൻറ്റ് രീതിയിൽ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് നമുക്കറിയാം ഓൾറെഡി 3 ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട്, പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഇപ്പോൾ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ മെമ്പേഴ്സ് ഇൻ എയിലുള്ള എല്ലാം പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അവൈലബിൾ പബ്ലിക് ടു ബി ഓൾസോ. ദെൻ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ പ്രൈവറ്റ് മെമ്പേഴ്സും ബിയിൽ പ്രൈവറ്റായിട്ട് തന്നെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ പ്രൈവറ്റിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് ഈ പ്രൊട്ടക്റ്റഡ് ആക്സസ് സ്പെസിഫയറും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അനദർ മെത്തേഡ് ഈസ് നമുക്ക് ആക്സസ് സ്പെസിഫയേഴ്സ് ഒന്നും മെൻഷൻ ചെയ്യാതെ എഴുതാൻ പറ്റും. ഇനി ആക്സസ് സ്പെസിഫയേഴ്സ് ഒന്നും മെൻഷൻ ചെയ്യാതെ എഴുതി കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഇറ്റ്സ് ആക്സസ് സ്പെസിഫയർ വിൽ ബി പ്രൈവറ്റ്. That is, the compiler automatically will be providing the access specifier private. ഇത് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ക്ലാസ് എഴുതുന്ന സമയത്ത് നമ്മൾ ആക്സസ് സ്പെസിഫയർ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി വിൽ ബി പ്രൊവൈഡിങ് ദ ആക്സസ് സ്പെസിഫയർ പ്രൈവറ്റ്.
അപ്പോൾ ഇതൊന്നും കൂടി ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ജനറൽ സിൻടാക്സ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ ഒരു ഡിറൈവ്ഡ് ക്ലാസ് നമുക്ക് ഏതെല്ലാം രീതിയിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ 3 ആക്സസ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ആക്സസ് സ്പെസിഫയേഴ്സ് ഒന്നും മെൻഷൻ ചെയ്യാതെ തന്നെയും എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് പബ്ലിക് ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ സിൻടാക്സിൽ ആക്സസ് സ്പെസിഫയറിൻ്റെ സ്ഥലത്ത് പബ്ലിക് ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ, പബ്ലിക് ഇൻഹെറിറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ആക്സസ് ചെയ്യാനുള്ള റൂൾസ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു ഇതിൽ നോക്കുക. ദാറ്റ് ഈസ്, ഈ ക്ലാസ് നമ്മൾ പബ്ലിക്കായിട്ട് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് പബ്ലിക് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ that will be available public to the class. ഇനി പ്രൊട്ടക്റ്റഡ് ആണെന്നുണ്ടെങ്കിലും ഇറ്റ് വിൽ ബി സെയിം പ്രൊട്ടക്റ്റഡ് ആയിട്ടായിരിക്കും ഡിറൈവ്ഡ് ക്ലാസ്സിനും ആക്സസ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് പ്രൈവറ്റ്, ഇപ്പം നമുക്ക് ബേസ് ക്ലാസ്സിലുള്ളത് പ്രൈവറ്റ് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പബ്ലിക് ആക്സസ് സ്പെസിഫയറിനകത്തുള്ള ഫങ്ഷൻ വെച്ചിട്ട് മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ അതാണ് ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. നമുക്ക് പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി വിൽ ബി യൂസിങ് പബ്ലിക് മെമ്പർ ഫങ്ഷൻ. ഒരു പബ്ലിക് മെമ്പർ ഫങ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും ആക്സസ് ചെയ്യുക. അപ്പോൾ 2 റൂൾസാണ് പബ്ലിക് ഇൻഹെറിറ്റൻസിനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എക്സിസ്റ്റിംഗ് ക്ലാസ്സിനകത്ത് പബ്ലിക് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി അവൈലബിൾ പബ്ലിക് ടു ദ ഡിറൈവ്ഡ് ക്ലാസ്. ഡിറൈവ്ഡ് ക്ലാസ്സിനും പബ്ലിക്കായിട്ട് തന്നെയായിരിക്കും വരിക. ബട്ട് ഇഫ് ഇറ്റ് ഈസ് പ്രൈവറ്റ് മെമ്പേഴ്സ്, ബേസ് ക്ലാസ്സിലുള്ളത് പ്രൈവറ്റ് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിൽ വരുമ്പോഴത്തേനും നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിനെ നമുക്ക് പബ്ലിക് മെമ്പേഴ്സ് വെച്ചിട്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സെയിം റൂള് തന്നെയാണ് ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഇനി അടുത്ത ഈ പബ്ലിക് വെച്ചിട്ടുള്ള 2 എക്സാമ്പിൾ ഞാൻ അടുത്ത സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് റൂൾ വെച്ചിട്ടുള്ള എക്സാമ്പിൾ ദാറ്റ് ഈസ് ബേസ് ക്ലാസ്സിനകത്ത് മെമ്പേഴ്സ് ആർ പബ്ലിക്. ബേസ് ക്ലാസ്സിനകത്തുള്ള മെമ്പേഴ്സ് പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ എക്സാമ്പിളിൽ ദർ ഈസ് എ ബേസ് ക്ലാസ് എ എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ് ആണ്. അതിനകത്തൊരു പബ്ലിക് മെമ്പർ ഉണ്ട്, ദാറ്റ് ഈസ് എക്സ്. ആൻഡ് ബി എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ് ആണ്. ഹിയർ ബി ഈസ് ഡിറൈവ്ഡ് പബ്ലിക്ലി. ഓക്കെ, ബി ഡിറൈവ് ചെയ്തേക്കുന്നത് പബ്ലിക്ലി ആണ്. ആൻഡ് ഓൾ ദ മെമ്പേഴ്സ് ആർ പബ്ലിക്. സോ ഓൾ ദ ഫങ്ഷൻസ് ക്യാൻ ആക്സസ്. എല്ലാ ഫങ്ഷൻസിനും ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. സോ മെയിൻ ഫങ്ഷനിൽ വരുമ്പോൾ നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പബ്ലിക്കായിട്ട് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ആക്സസിബിൾ ടു ഓൾ ദ ഫങ്ഷൻസ്. ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. സോ ആക്സസ് റൂൾസ് ഒന്നുമില്ല. ഇതിന് സെക്യൂരിറ്റിയും കുറവായിരിക്കും. സോ പബ്ലിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂളാണ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആക്സസിബിൾ യൂസിങ് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ പബ്ലിക് ഇൻഹെറിറ്റൻസിനകത്തുള്ള സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യുന്നതിന് ഉള്ള സെക്കൻഡ് എക്സാമ്പിൾ ദാറ്റ് ഈസ് ബേസ് ക്ലാസ് ഇസ് ഹാവിങ് എ പ്രൈവറ്റ് മെമ്പർ. ഈ ബേസ് ക്ലാസ്സിലുള്ള പ്രൈവറ്റ് മെമ്പറിനെ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ പബ്ലിക് മെമ്പർ ഫങ്ഷൻ ഇൻസൈഡ് ദ ബേസ് ക്ലാസ് ആക്സസിങ് ദാറ്റ് പ്രൈവറ്റ് മെമ്പർ. ഈ എ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിനകത്ത് ഒരു പബ്ലിക് മെമ്പർ ഫങ്ഷൻ ഉണ്ടായിരിക്കണം ആ പ്രൈവറ്റ് മെമ്പറിനെ ആക്സസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫങ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു പ്രൈവറ്റ് മെമ്പറിനെ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തുള്ള ഒരു പബ്ലിക് മെമ്പർ ഫങ്ഷനകത്ത് ഈ ഒരു ഫങ്ഷനെ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലാസ് എ എന്ന് പറയുന്നത് ഒരു ബേസ് ക്ലാസ് ആണ്. ബേസ് ക്ലാസ്സിനകത്ത് ദർ ഇസ് എ പ്രൈവറ്റ് മെമ്പർ എക്സ് ആൻഡ് എ പബ്ലിക് മെമ്പർ ഫങ്ഷൻ ഷോ എക്സ് ആൻഡ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ.
ഇനി ബി എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ദർ ഇസ് എ വേരിയബിൾ വൈ ആൻഡ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആൻഡ് ഓൾസോ എ ഫങ്ഷൻ ടു ഡിസ്പ്ലേ ദ വേരിയബിൾ. ഇപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ഉള്ളത് എല്ലാം പബ്ലിക് ആണ്, ബേസ് ക്ലാസ്സിനകത്തുള്ളത് പ്രൈവറ്റ് മെമ്പറാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് മെമ്പറിനെ നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബേസ് ക്ലാസ്സിനകത്ത് തന്നെ ഒരു പബ്ലിക് ഫങ്ഷൻ ഉണ്ടായിരിക്കണം ടു ആക്സസ് ദാറ്റ് വേരിയബിൾ. ഓക്കെ, ഡിറൈവ്ഡ് ക്ലാസ്സിന് ബേസ് ക്ലാസ്സിനകത്ത് ഒരു പബ്ലിക് മെമ്പർ ഫങ്ഷൻ ഉണ്ടായിരിക്കണം ടു ആക്സസ് ദാറ്റ് പ്രൈവറ്റ് മെമ്പർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പബ്ലിക് ഫങ്ഷനെ ഡിറൈവ്ഡ് ക്ലാസ്സിലെ പബ്ലിക് ഫങ്ഷനകത്ത് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ we will be able to access the private variable. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂളാണ് നമ്മൾ ഇനി എല്ലാ ഇഫ് ഇറ്റ് ഈസ് എ പ്രൈവറ്റ് വേരിയബിൾ, ഇനി നമ്മൾ എങ്ങനെയായാലും പ്രൈവറ്റ് വേരിയബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് മെമ്പർ ഫങ്ഷൻ വെച്ചിട്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ ആർ സർട്ടൺ റൂൾസ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന റൂളെന്ന് പറഞ്ഞാൽ ബേസ് ക്ലാസ്സിനകത്തുള്ള പ്രൈവറ്റ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ബേസ് ക്ലാസ്സിനകത്ത് തന്നെ ഒരു പബ്ലിക് മെമ്പർ ഉണ്ടായിരിക്കണം ആക്സസിങ് ദാറ്റ് വേരിയബിൾ. ആ പബ്ലിക് മെമ്പർ ഫങ്ഷനെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു ആക്സസ് ദ പ്രൈവറ്റ് മെമ്പർ ഇൻസൈഡ് ദ ബേസ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഷോ എക്സ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് മെമ്പറാണ് ആക്സസിങ് ദ പ്രൈവറ്റ് മെമ്പർ ഇൻ ദ ബേസ് ക്ലാസ്. മനസ്സിലായോ? ഷോ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് വി ആർ ഡിസ്പ്ലേയിങ് ദ എക്സ്. അപ്പോൾ ആക്സസ് ചെയ്യുവാണ് എക്സ്. ഇനി ആ എക്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് മെമ്പറാണ്, ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ബേസ് ക്ലാസ്. ഇനി ഈ എക്സിനെ നമ്മൾ ഡിറൈവ് ചെയ്ത് ക്ലാസ് എയിനെ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇസ് എ പ്രൈവറ്റ് മെമ്പർ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത്. അപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോ എക്സ് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിനെ ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂള് മനസ്സിൽ വെച്ചേക്കുക. എപ്പോഴും പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ പബ്ലിക് മെമ്പർ ഫങ്ഷൻ ടു ഇൻവോക്ക് ദാറ്റ് പ്രൈവറ്റ് മെമ്പർ. Second type of inheritance is private inheritance. പ്രൈവറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോഴത്തേനും ഓൾറെഡി പറഞ്ഞു എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെയാണ് ബേസ് ക്ലാസ് എന്ന് പറയുക. അപ്പോൾ ബേസ് ക്ലാസ്സിൽ ഇഫ് ദ വേരിയബിൾസ് ആർ പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ്, അതിനകത്തുള്ള മെമ്പേഴ്സ് പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അവൈലബിൾ പ്രൈവറ്റ് ഇൻ ദ ഡിറൈവ്ഡ് ക്ലാസ്. ഡിറൈവ്ഡ് ക്ലാസ്സിൽ ആ മെമ്പേഴ്സ് എല്ലാം പ്രൈവറ്റ് ആയിട്ടായിരിക്കും അവൈലബിൾ ആയിരിക്കുക. ഇനി ഓൾറെഡി ദർ ഈസ് എ റൂൾ ദാറ്റ് ഈസ് പ്രൈവറ്റ് മെമ്പേഴ്സ് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല, പബ്ലിക് മെമ്പർ ഫങ്ഷൻ വെച്ചിട്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ പബ്ലിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും വി ഹാവ് ടു യൂസ് എ പബ്ലിക് മെമ്പർ ഫങ്ഷൻ ഇൻ ദ ഡിറൈവ്ഡ് ക്ലാസ് ടു ആക്സസ് ഓൾ ദ വേരിയബിൾസ്. അപ്പോൾ അത് 2 എക്സാമ്പിൾ വെച്ചിട്ട് അടുത്ത 2 സ്ലൈഡിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും, ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഈ എക്സാമ്പിളിനകത്ത് ബേസ് ക്ലാസ് എയിനകത്ത് ഉള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് പബ്ലിക്കാണ്. ബേസ് ക്ലാസ് എയിനകത്തുള്ള മെമ്പേഴ്സ് പബ്ലിക്കാണ്. ദെൻ ഡിറൈവ്ഡ് ക്ലാസ് ബിയിനകത്തുള്ള മെമ്പേഴ്സും പബ്ലിക്കാണ്. ബട്ട് എ ഡിറൈവ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടാണ്. ചെക്ക് ദ ലൈൻ ക്ലാസ് ബി കോളൻ പ്രൈവറ്റ് എ. അപ്പോൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടാണ്. അപ്പോൾ പബ്ലിക് എക്സ് ഇസ് പബ്ലിക് ടു എ ബട്ട് ഇറ്റ് ഈസ് പ്രൈവറ്റ് ടു ബി. ബിയിൽ അത് പ്രൈവറ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ ബിയിലുള്ള വേരിയബിളിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് സെക്ഷനകത്തുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് വിൽ ബി യൂസിങ് എ പബ്ലിക് ഫംഗ്ഷൻ ടു ഇൻവോക്ക് ദ പ്രൈവറ്റ് വേരിയബിൾസ്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തുള്ള ഷോ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി വി വിൽ ബി ഏബിൾ ടു ഇൻവോക്ക് ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു റൂള് മാത്രമേ ഉള്ളൂ. ഇഫ് ദ വേരിയബിൾ ഇസ് പ്രൈവറ്റ്
വേരിയബിൾ പ്രൈവറ്റ് ആയിട്ടാണ് ഒന്നുണ്ടെങ്കിൽ ആ വേരിയബിളിനെ ഇൻവോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ ഉണ്ടായേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് വേണം റൂൾസ് നോക്കാനായിട്ട്. വെൻ വി ആർ റൈറ്റിംഗ് ദ പ്രോഗ്രാംസ് ഫോർ എക്സാമിൽ നമ്മൾ പ്രോഗ്രാംസ് എഴുതുന്ന സമയത്ത് അവരെല്ലാം ചെക്ക് ചെയ്യുന്നത് ഈ റൂൾസൊക്കെ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് കോളൻ ഇട്ടിട്ടുണ്ടോ, ദെൻ ഡിറൈവ് ചെയ്തതിന് ശേഷം എൻഡിൽ എന്തെങ്കിലും സെമി കോളൻ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ. സോ യു ഹാവ് ടു സ്റ്റഡി ദ ജനറൽ സിൻടാക്സ് കെയർഫുള്ളി. ദെൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് ആയിട്ടാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പബ്ലിക് വേരിയബിൾസ് വിൽ ബി അവൈലബിൾ പ്രൈവറ്റ് ടു ദ ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ തിയറി എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. And the last example in this section is നമ്മുടെ പ്രൈവറ്റ് ഇൻഹെറിറ്റൻസിൻ്റെ സെക്കൻഡ് റൂൾ. ദാറ്റ് ഈസ് ബേസ് ക്ലാസ്സിനകത്തുള്ള മെമ്പേഴ്സ് പ്രൈവറ്റ് ആണ്. ബേസ് ക്ലാസ്സിനകത്തുള്ള മെമ്പേഴ്സ് പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസ് ക്ലാസ്സിനകത്ത് തന്നെ വി ഹാവ് ടു യൂസ് എ പബ്ലിക് ഫങ്ഷൻ ടു ഇൻവോക്ക് ദാറ്റ് വേരിയബിൾ. ബേസ് ക്ലാസ്സിനകത്ത് തന്നെ ആ വേരിയബിളിനെ ഇൻവോക്ക് ചെയ്യുന്ന ഒരു പബ്ലിക് ഫങ്ഷൻ എഴുതിയിരിക്കണം. ദെൻ ആ ഫങ്ഷനെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ഉള്ള ഒരു പബ്ലിക് ഫങ്ഷനകത്ത് ഇൻവോക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫസ്റ്റ് വൺ, ക്ലാസ് എയിനകത്തുള്ള ഇൻറ്റ് എ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ഷനകത്താണ് എഴുതിയിരിക്കുക. ദെൻ അതിനെ ഇൻവോക്ക് ചെയ്യുന്ന ഷോ എക്സ് ഓഫ് എന്ന് പറയുന്ന ഫങ്ഷൻ പബ്ലിക്കിനകത്താണ് എഴുതിയിരിക്കുക. ഓക്കെ, ചെക്ക് ചെയ്യുന്നുണ്ടോ? Then there is a class B, it is the derived class, and derived ക്ലാസ്സിനകത്ത് ഷോ വൈ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ആ ഷോ വൈ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് വി ഹാവ് ഇൻവോക്ഡ് ഷോ എക്സ്. ശ്രദ്ധിച്ചോ? ഇപ്പോൾ പബ്ലിക് സെക്ഷനകത്താണ് ഈ ഷോ വൈ ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്നതും അതിനകത്താണ് ഷോ എക്സ് നമ്മൾ ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ private members-ne access ചെയ്യുന്നത്. Okay, thank you. If any doubts, please clarify the doubts personally. Thank you.